സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ വാർത്ത വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് സൗദിയും ഇറാനും ബന്ധത്തിൽ വളരെ ഊഷ്മളമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അമേരിക്ക എപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തേക്കും അമേരിക്കയുടെ ഭാഗത്തേക്കും സൗദിയെ കെട്ടിപ്പിടിച്ച് വെൽക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൽമാൻ രാജാവിൻ്റെയും അതേപോലെ തന്നെ അവരുടെ പിന്നണി പ്രവർത്തകരുടെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇന്ന് ലോകത്ത് ഇറാനെ പോലത്തെ രാജ്യങ്ങൾ വേണമെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ വലിയ രൂപത്തിലുള്ള സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെത്രത്തോളം അവരുടെ അകം അറിഞ്ഞ് പറയുകയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ പറച്ചിലിൽ ചില ബാധ്യതകളും ധാരണകളൊക്കെ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തകർക്കണം, അതുപോലെ തന്നെ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. അതിൽ സൗദി കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സൗദി ഒന്നല്ലേ മറ്റൊരു പ്രാവശ്യം ഇറാനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഇക്കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തകളിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുള്ളത്. ഇറാൻ സൗദി ബന്ധം നേരത്തെ ഉള്ളതിനേക്കാൾ ഊഷ്മളമായി കൊണ്ട് നടക്കാൻ സൗദി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ നിയോം സിറ്റി ഉൾപ്പെടെയുള്ള അവരുടെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് അഥവാ 2030 വിഷനിൽ കാര്യമായി എടുത്തു പറഞ്ഞ ഇതുവരെ എടുത്തു പറയാത്തതുമായിട്ടുള്ള കാര്യം ഇറാനും അതേപോലെ തന്നെ സൗദിയും വളരെ നന്നായിട്ട് ഊഷ്മളമായിട്ടുള്ള ബന്ധം കെട്ടിപ്പടുക്കാനും മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നു. ഇത് ഒരുപക്ഷെ ഇറാൻ്റെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ല എങ്കിൽ മാന്യമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സൗദി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെ വിട്ടുകളയാൻ പറ്റില്ല, അതുപോലെ തന്നെ അമേരിക്കയും വിട്ടുകളയാൻ പറ്റില്ല. പിന്നെ ആരോട് കൂടെ നിൽക്കണം? ഇറാൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. സൗദി ആരുടെ കൂടെ നിൽക്കണമെന്നുള്ള ഒരു ആശങ്കയാണ് ഇന്ന് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊല്ലാപ്പായി മാറിയിട്ടുള്ളത്. സൗദിയെ നമുക്കറിയാം, മക്കയും മദീനയും ഉൾപ്പെടുന്ന ആ വലിയ മഹത്തായ രണ്ട് സ്ഥലങ്ങൾ, രണ്ട് മഹത്തായ പുണ്യഭൂമികൾ അവിടെ കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ സൗദി എന്ന് പറയുമ്പോൾ കൂടുതൽ വികാരഭരിതരായി കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ സൗദിയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പാശ്ചാത്യൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് ഒരു പാശ്ചാത്യ സംസ്കാരമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും സൗദിയുടെ പഴയ രൂപത്തിലുള്ള ഒരു ബഹുമാന ആദരവോ ഇല്ല. ആ രൂപത്തിൽ മുസ്ലിം ലോകം ആ വികാരങ്ങളൊക്കെ അതൊരു എതിരായിട്ട് വരുമ്പോഴാണ് ഇറാന് ഒരു സപ്പോർട്ടായിട്ട് സൗദി മാറുന്നത്. അഥവാ സൗദിക്ക് അതല്ലാതെ മാർഗമില്ല എന്നൊരു പക്ഷേ സൗദി തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എപ്പം മാറി മറിയും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഇപ്പം എന്തെങ്കിലും ശ്രദ്ധ തിരിപ്പിക്കാനോ അല്ല ശ്രദ്ധ തെറ്റിക്കാനോ ആയിരിക്കാം സൗദി ഇറാനുമായിട്ടുള്ള പഴയതിനേക്കാൾ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങോട്ടൊരു വലിയ രൂപത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഏറ്റവും വലിയ മുൻപന്തിയിലുള്ള വലിയ ഒരു ടാസ്ക് അവിടുത്തെ വലിയ മത്സരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളുടെയും പണിതീരാത്ത ഒരു പദ്ധതികളുടെയൊക്കെ ആവിഷ്കാരമായിട്ടുള്ള വരുന്ന 2030 വരെയുള്ള ഒരു ദൈർഘ്യമായിട്ടുള്ള ഒരു സമീപനമാണ്. അതിനിടെ ഇറാനെങ്ങാനും ഒന്ന് തോണ്ടിയാൽ എല്ലാം നിഷ്ഫലമായി പോകുമെന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ ഈ സൗദിയുടെ കയ്യിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് പുട്ടിന് തേങ്ങടും പോലെ ഇടയ്ക്കിടയ്ക്ക് ഇറാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, ആ ഇറാനുമായിട്ട് നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സൗദി ഇസ്രായേലിനോടും അമേരിക്കയോടും വിട്ടു നിൽക്കാനായിട്ട് താല്പര്യവും കാണിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി ഒരു പുറംമോടി എന്നുള്ള നിലക്ക് മാത്രമായിട്ട് ഈ ഡയലോഗുകൾ അടിച്ചിറക്കുകയാണോ എന്നുള്ളത്. അങ്ങനെ അടിച്ചിറക്കുകയാണെങ്കിൽ 2030 മുമ്പായിട്ട് വലിയൊരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ അത് സൗദി കൂടിയും അതിൻ്റെ വലിയൊരു ദുരന്തത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ട്രംപ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇറാനെ ഒതുക്കാൻ സൗദിക്ക് അല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. സൗദി സുഹൃത്ത് ചങ്ങാത്തം നടിച്ചുകൊണ്ട് വളരെ വലിയ രൂപത്തിലുള്ള അറ്റാക്കുകൾ ആ ഭൂമികയിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ
അതെല്ലാം മനസ്സിലാക്കി ഇറാനാണെങ്കിൽ വലിയ രൂപത്തിൽ അടുപ്പം സൗദിനോടിട്ട് കാണിക്കുന്നില്ല. അവിടെയാണ് ആ പ്ലാനും വിജയിക്കാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് സൗദിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം സൗദി ഗവൺമെൻറ് അല്ലെങ്കിൽ സൗദി ഭരണകൂടം ഇറാനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാന അന്തരീക്ഷം പുലർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ. ഇതെത്ര കണ്ട് ആ ഒരു ഇറാൻ കാര്യമായി പരിഗണിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്താണെങ്കിലും ഇതിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. സൗദി ഇപ്പോൾ അങ്കലാപ്പിലാണുള്ളത്. ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അതൊരു വലിയൊരു പരീക്ഷണം കൂടിയായിരിക്കും. കാരണം ഒരു സമാധാനത്തിൻ്റെ നാൾ വഴികൾ എണ്ണി നോക്കുമ്പോൾ അവർക്ക് ആരുടെയെങ്കിലും കൂടെ നിന്ന് നിലയുറപ്പിച്ചാൽ മാത്രമേ അവരുടെ സമാധാനം കിട്ടുള്ളൂ. പക്ഷേ രണ്ടിടത്ത് നിന്നാലും പ്രശ്നമാണ്. ഇറാൻ്റെ കൂടെ നിന്നാൽ ട്രംപ് ചുടിക്കും, ട്രംപിൻ്റെ കൂടെ നിന്നാൽ ഇറാൻ എപ്പോൾ വേണമെങ്കിലും രാജ്യത്തെ തന്നെ തരിപ്പടമാക്കാനുള്ള സാധ്യതയുണ്ട്. ഷിയ സുന്നി ആയതുകൊണ്ട് ആ ഒരു ഇമോഷണൽ ഒരു അല്ലെങ്കിൽ കറപ്ഷൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കറപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ഇറാൻ ശ്രമിക്കുകയും കൂടി ചെയ്താൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിധ്വനി ഈ സൗദിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നന്മയാണ് സൗദിയുടെ വാക്കുകളിൽ ഉള്ളതെങ്കിൽ നമുക്ക് ആ നന്മയ്ക്ക് സ്വാഗതം ചെയ്യാം. അല്ല വെറും വിടുവായ്ത്തം മാത്രമാണെങ്കിൽ അതവർ ഒരുപക്ഷെ സൗദിയുടെ ഇറാൻ്റെ കൈകൊണ്ട് തന്നെ അതിനുള്ള കറക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റും ഏറ്റുവാങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർ, നിങ്ങൾ ഈ മനസ്സിലാക്കുന്ന വാർത്തകളിൽ നിന്ന് എന്താണ് സൗദിയുടെ റോള്? കൃത്യമായി എൻ്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന നിയോം സിറ്റി ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികൾ ഇത് നടപ്പിലാക്കൽ അനിവാര്യമാണ്. അതെങ്ങാനും പകുതിക്ക് വെച്ച് ഇട്ടേച്ചു പോയാൽ സൗദി ദരിദ്ര രാജ്യമായി പെടുന്നതിനെ മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൗദിക്ക് മുമ്പിൽ ഒരുപാട് പദ്ധതികളുണ്ട്, മത്സരങ്ങൾ ഉൾപ്പെടെ. അവിടെ എങ്ങാനും ഒരു തീപ്പൊരി പാറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്തംഭിച്ചു പോകും. അത് കോടിക്കണക്കിന്, ബില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് റിയാലിൻ്റെയും ഡോളറിൻ്റെയും ഒരു ഭീമാകാരമായ നഷ്ടത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഡയലോഗുകളും ചേർത്ത് പിടിക്കൽ നാടകങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്. പക്ഷേ അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. അവരുടെ കാര്യങ്ങൾ അവർക്കേ അറിയുള്ളൂ കൃത്യമായിട്ട്. പക്ഷേ ഇവിടെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരൊറ്റ തീരുമാനമാണ്. ഇസ്രായേലുമായി ബന്ധം വിച്ഛേദിക്കുന്നു എന്നാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഇസ്രായേലുമായി അടുപ്പത്തിലിരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നല്ല രൂപത്തിൽ തന്നെ പറയുമ്പോൾ സൗദി അതിന് തിരിച്ചൊരു മറുപടിയൊന്നും കൊടുക്കാതെ വെയിറ്റ് ചെയ്യാണ്. ആ തിരിച്ച് മറുപടി കൊടുക്കും മാത്രമേ നേരത്തെ പറഞ്ഞ ഊഷ്മളമായ ബന്ധം ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്ന ആ വാക്കിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളിൽ പ്രയാസങ്ങളില്ലാതെ എല്ലാം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആളുകൾക്കുള്ളതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വലിയ ആക്രമണങ്ങളിൽ നിന്നും അല്ലാതെ ആ ഒരു തെറ്റിദ്ധരിക്കപ്പെടലുകളിൽ നിന്നൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കുകളായി ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കാലം ഇത്രയും കാത്തു, പക്ഷേ ഇനി അത്ര കാക്കേണ്ടി വരില്ല എന്നുള്ളത് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആരോട് എങ്ങനെ പോരാടിയാലും വിജയം നമ്മളതായിരിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പോരാട്ടത്തിൽ ഇറാൻ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ അടുത്തും സൗദിൻ്റെ അടുത്തും അമേരിക്കേൻ്റെ അടുത്തും അല്ല കാര്യങ്ങൾ, ഇറാൻ്റെ അടുത്താണ് ഇപ്പോൾ കാര്യങ്ങളും കടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റു വിശേഷങ്ങളുമായി കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ലോകത്തൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറെ വഴികൾ നമുക്ക് മുമ്പിലില്ലല്ലോ.